പരസ്പരം അപ്രിയമായ സത്യങ്ങൾ മനസ്സിലാക്കുന്നതോടെ ബന്ധങ്ങൾക്ക് അകൽച്ചയും സംഭവിക്കും. എല്ലാം അറിയുമ്പോൾ അത് സഹിച്ച് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചാലും ഒരു ഘട്ടത്തിൽ ഉള്ളിൽ അടക്കി വച്ചിരിക്കുന്നതെല്ലാം പുറത്തു വരും, ഒരു പൊട്ടിത്തെറിയോടെ. അതോടെ ആ ബന്ധം നശിക്കും. പരസ്പരം മനസ്സിലാക്കി അംഗീകരിച്ച് മുന്നോട്ടു പോയാൽ ആ ബന്ധം എന്നും നിലനിൽക്കും. ഞാനതിന് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ആയിരിക്കും. ആദർശം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ തന്നെയാവും മീരയെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയത്. കുറച്ചു നാൾ കഴിയുമ്പോൾ ആദർശ് തന്നെ ഇതിനൊരു പരിഹാരം കാണും. അതുവരെ കാത്തിരിക്കുന്നതാണ് നല്ലത്. ഞാനും ആ ഒരു പ്രതീക്ഷയില്ല. പിന്നെ വിദ്യക്ക് നല്ല മാറ്റമുണ്ട് മോന്നേട്ടാ. അവള് വീട്ടിൽ വന്ന് ബീനാമ്മയെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ആഹാ, അതൊരു നല്ല വാർത്തയാണല്ലോ. അതെ, വിദ്യ വന്നത് ബീനാമ്മയ്ക്ക് വലിയ സന്തോഷമായി. പിന്നെ ധന്യാന്റിയുടെ സമ്മതത്തോടെയാ വിദ്യ വീട്ടിൽ വന്നത്. നല്ല കാര്യം. വീട്ടിലെ വഴക്കുകൾക്ക് ഒരു ശമനം ഉണ്ടായത് സന്തോഷം നൽകുന്ന കാര്യമാണ്. ആവശ്യമില്ലാത്ത വാശികളും വഴക്കുകളും ആർക്കും ഗുണമുണ്ടാക്കില്ലെന്നും പകരം നഷ്ടം വരുത്തുമെന്നുമുള്ള തിരിച്ചറിവുണ്ടാവുന്നതും നല്ലത് തന്നെയാണ്. അതെ, ഇനി എത്രയും പെട്ടെന്ന് സൂര്യചൂട് തിരിച്ചെത്തിയ ഒരു ഭാഗത്തെ ടെൻഷനും പ്രശ്നങ്ങളും ഒന്ന് അവസാനിച്ചേനെ. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചൊരു ജീവിതം ആർക്കുമില്ല മീര. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ജീവിതം യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. അത് അംഗീകരിച്ചു പോകുന്നതാണ് നല്ലത്. അതാണ് ജീവിതം. ചായ. മീര ഇവിടുന്ന് പോയതില് നിനക്ക് സങ്കടമുണ്ടോ ആദർശേ? അതിന് മീര ഇവിടുന്ന് പോയതല്ലോ, ഞാൻ അവളെ വീട്ടിൽ കൊണ്ടാക്കിയതല്ലേ. അതെ, എന്നാലും ഫലത്തിൽ മീര ഇവിടെ ഇല്ലല്ലോ. അത് നിനക്ക് മിസ്സിംഗ് ഫീൽ ആവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇല്ല, എനിക്കൊരു മിസ്സിംഗ് ഫീലിംഗും ഇല്ല. നന്നായി. അല്ലെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. എത്രയൊക്കെ ആയാലും ചേരേണ്ടതേ ചേരൂ. അവളൊക്കെ വളർന്നു വന്ന അവസ്ഥയും ചിന്താഗതികളും ഒന്നും നമ്മുടെ കുടുംബവുമായി ചേർന്ന് പോകുന്നതേ അല്ല. സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എല്ലാം ഒരു ദാരിദ്ര്യം എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ വെറുതെ പറയുന്നതല്ല ആദർശേ. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ അഹങ്കാരം ജാടയും അവക്കുണ്ട്. അതെല്ലാം ഞാൻ പറയാതെ തന്നെ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും. അബി, ആവശ്യത്തിൽ കൂടുതൽ തലവേദന എനിക്കുണ്ട്. അത് പോരാഞ്ഞിട്ടാണോ ഇവിടെ ഇരുന്ന് വെറുതെ എന്റെ തലയിൽ മീരയുടെ കൂട്ടിൽ ഇഞ്ചക്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്? ഓ, അത് ശരി. ഞാൻ വെറുതെ നിന്റെ ഭാര്യയെ കുറ്റം പറയാൻ വേണ്ടി വന്നിരിക്കുകയാണെന്നാണോ നീ കരുതിയിരിക്കുന്നത്? എടാ, നിന്റെ ഭാര്യ ഒരു തെറ്റും ചെയ്തില്ലായിരുന്നെങ്കിലേ നീ എന്തിനാ അവളെ വീട്ടിൽ കൊണ്ട് നിർത്തിയത്? അപ്പോ മീര തെറ്റ് ചെയ്യുന്നു എന്ന് നിനക്ക് ബോധ്യമുണ്ട്. ഞാനത് പറയുമ്പോ ആരും വിശ്വസിക്കില്ലായിരുന്നു. പക്ഷേ അമ്മ നിന്നെ ചോദ്യം ചെയ്യാനും വഴിയിൽ കാണുന്നവരെല്ലാം മീരയുടെ മഹത്വം വിളിച്ചു പറയാനും തുടങ്ങിയപ്പോ നിനക്ക് സത്യം ബോധ്യപ്പെട്ടു തുടങ്ങി. ശരിയല്ലേ? നമ്മളൊക്കെ പണവും പദവിയും അന്തസ്സുള്ള വീട്ടിൽ ജനിച്ച് ആവശ്യത്തിൽ കൂടുതൽ അതിന്റെ എല്ലാം ഗുണവും ദോഷവും അനുഭവിച്ച് വളർന്നവരാ. ബിസിനസ്സിലെ ഉയർച്ചയും താഴ്ചയൊന്നും നമ്മളെ സാരമായി ബാധിക്കില്ല. പക്ഷേ മീരയുടെ അവസ്ഥയൊന്നും അതല്ല. ചെറിയ വിജയങ്ങൾ പോലും അവരെ നിലം മറന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. അതാണ് എങ്ങനെയൊക്കെയോ നക്കാപ്പിച്ച ലാഭം കിട്ടിയപ്പോ അവള് നിലത്ത് നിൽക്കാതായതും നിന്നെക്കാൾ വളർന്നു എന്ന് തോന്നി തുടങ്ങിയതും. അതൊക്കെ എനിക്കറിയാം. അബി വീണ്ടും അത് പറഞ്ഞ് എന്റെ ടെൻഷൻ കൂട്ടാൻ നിൽക്കണ്ട. എനിക്ക് നിന്റെ മനസ്സറിയാം ആദർശേ. എത്രയൊക്കെ ആയാലും നീ എന്റെ അനിയനല്ലേ. നിന്റെ മനസ്സിൽ മീരയോട് വലിയ സ്നേഹമായിരുന്നു. അതാണ് ഇത്രയും നാൾ നീ മീരയെ വിശ്വസിച്ചതും അവള് ചെയ്യുന്ന പലതും കണ്ടില്ലെന്ന് നടിച്ചതും. കമ്പനിയെ ലാഭത്തിൽ കൊണ്ടുപോകുന്നത് മീരയുടെ കഴിവ് മാത്രമാണെന്നും നീ വിദേശത്ത് പഠിച്ചതും ഇത്രയും നാൾ കമ്പനിയിൽ നടത്തിയതും ഒരറിവും ഇല്ലാതെയാണ് എന്ന രീതിയിലാ അവൾ എല്ലായിടത്തും കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അവളുടെ അമ്മാവനെ ചില്ലർ കോൺട്രാക്ട് വർക്കൊക്കെ ചെയ്തതിന്റെ പൊട്ട ഐഡിയ എങ്ങനെ ഒരു പ്രാവശ്യം വർക്കായി, കുറച്ച് ലാഭം കിട്ടി. അതിന് ഇത്രയൊക്കെ അഹങ്കരിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നോ? കമ്പനിക്ക് ലാഭം ഉണ്ടാക്കിയതൊക്കെ മീരയുടെ മിടുക്ക് തന്നെയാ. അതിലൊന്നും ഞാൻ മീരയെ കുറ്റം പറയില്ല. പക്ഷേ അമ്മ എന്നെ വഴക്ക് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് മീരയാ. അതവള് മനസ്സിലാക്കണം.
അതിനു വേണ്ടി കൂടിയാ ഞാൻ മീരയെ വീട്ടിൽ കൊണ്ടാക്കിയത്. അത് നന്നായെന്ന് ഞാൻ പറയൂ. ആരൊക്കെ നിന്നോട് അവളെ തിരികെ കൊണ്ടുവരാൻ പറഞ്ഞാലും നീ അതിന് വഴങ്ങരുത്. കുറച്ചു ദിവസം അവൾ അവിടെ തന്നെ നിൽക്കട്ടെ. എന്നാലേ അവളുടെ അഹങ്കാരം കുറയും. നിന്റെ എക്സ്പോഷർ എന്താണെന്നോ എക്സ്പീരിയൻസ് എന്താണെന്നോ മനസ്സിലാക്കാനുള്ള വിവരമൊന്നും അവൾക്കില്ല. അല്ല, എനിക്കും നിന്റെ അത്ര വിവരമോ പരിചയമോ ബിസിനസ്സിലില്ല. അതുകൊണ്ട് കമ്പനി മുന്നോട്ട് പോവാൻ നീ എന്നെ സഹായിക്കണം. മീര ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാ ഞാൻ നിന്നോട് സഹായം ഒന്നും ചോദിക്കാതിരുന്നത്. കമ്പനി രണ്ടായതിനു ശേഷം ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നൊന്നും മീരയ്ക്ക് പിടിക്കില്ല. എന്നിട്ടാണോ അഭി മീരയോട് ഉപദേശങ്ങൾ ചോദിച്ചതും ലാഭം കിട്ടിയപ്പോൾ സമ്മാനം വാങ്ങിച്ചു കൊടുത്തതും? അതൊക്കെ മീരെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടല്ലേ. ഞാൻ അകന്ന് നിൽക്കുന്നൊന്നും ബോധ്യമായ മീര എപ്പോഴാ നിന്നെ അടിമുടി തകർത്ത് കളയാന്ന് പറയാൻ പറ്റില്ല. എത്ര അടുപ്പുള്ളവരായാലും ഒരു ചതി നമ്മൾ മുന്നിൽ കാണണം. നമ്മൾ സ്നേഹിക്കുന്നവർ തന്നെയായിരിക്കും നമ്മൾ പിന്നിൽ നിന്ന് കുത്തുന്നത്. അതൊരിക്കലും നമുക്ക് താങ്ങാൻ പറ്റില്ല. നഷ്ടങ്ങളെക്കാൾ അതിന്റെ വേദന മനസ്സിലായിരിക്കും ഏൽക്കുന്നത്. അതെന്നും നീറ്റിലായിട്ടുള്ള മുറിവായി നിലനിൽക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നീ ചായ കുടിക്ക. നമുക്കേ ഇനി പിന്നെ സംസാരിക്കാം. കമ്പനിയുടെ കാര്യത്തിൽ എന്നെ സഹായിക്കുന്ന കാര്യം നീ മറക്കാതിരുന്നാ മതി. ഇത്തവണ കർണാടകയ്ക്ക് പോയത് വെറുതെ ആയില്ല. പ്രതീക്ഷയ്ക്ക് വകയുള്ള ചെറിയൊരു വാർത്ത അറിയാൻ കഴിഞ്ഞു വരി. എന്താ, സൂരജിനെ കുറിച്ച് വല്ല അറിവ് കിട്ടിയോ? സൂരജിനൊപ്പം ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഒരാളെ നേരിൽ പോയി കണ്ട് സംസാരിച്ചു. അയാളുടെ സംസാരത്തിൽ നിന്ന് സൂരജ് അപകട സമയത്ത് ആ ബസ്സിൽ ഉണ്ടായിരുന്നില്ല എന്ന സൂചന തരുന്ന രീതിയിൽ ചില വാക്കുകൾ കേട്ടു. സത്യമാണോ? അപ്പോ സൂരജ് ആ അപകടത്തിൽ പെട്ടിട്ടില്ലെന്നാണോ? അങ്ങനെ ആശ്വസിക്കാം. ഞാൻ സംസാരിച്ച ആള് പറഞ്ഞത് അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആള് ബസ് പുറപ്പെടും മുമ്പ് ഇറങ്ങിപ്പോയെന്നും പിന്നീട് ബസ്സിൽ കയറിയിട്ടില്ലെന്നുമാ. ഫോട്ടോ കാണിച്ചപ്പോ അത് സൂരജ് ആയിരിക്കും എന്നൊരു സംശയവും പറഞ്ഞു. ഭഗവാനെ, അത് സത്യമാകണേ. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചൊരു ജോത്സ്യൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഹരി വിളിച്ചപ്പോ പറഞ്ഞിരുന്നില്ലേ? എനിക്കിപ്പോ ആ വിശ്വാസം ബലപ്പെട്ടതുപോലെ തോന്നുക. എന്റെ സൂരജ് ജീവനോടെ ഉണ്ട്. എവിടെയോ നമ്മളെ ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ പെട്ടുകിടക്കുകയാ. ബസ്സിൽ സൂരജ് യാത്ര ചെയ്തില്ലെങ്കിൽ പിന്നെ സൂരജ് എവിടെ പോയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സൂരജിന് എന്തായിരിക്കും സംഭവിച്ചത്? അതറിയില്ല ഹരി. നമ്മൾ ഒരുപാട് പേര് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ആ പ്രാർത്ഥന മുഴുവനായി ഭഗവാൻ കണ്ടില്ലെന്ന് നടിക്കില്ല. എന്റെ കുഞ്ഞിനെ നമുക്ക് തിരിച്ചു തരും. അതെ, ഈ വാർത്ത കേൾക്കുമ്പോ ബീനിക്ക് വലിയ സമാധാനമാവും. ബീനിക്ക് മാത്രമല്ല, വിദ്യമോക്കും അതൊരു പ്രതീക്ഷയാ. അതെ ഹരി, എനിക്കിനി ഭൂമിയിൽ അധിക നാളില്ല. എന്റെ കുഞ്ഞുങ്ങൾ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് പോവാൻ. എന്തിനാ എപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓരോ മനുഷ്യനും ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിക്കണമെന്നത് മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതാ. അത് അനുഭവിക്കുക തന്നെ വേണം. അത്തരമൊരു പരീക്ഷണമാണിതെന്ന് കരുതിയാ പോരെ? ഒരു കണക്കിന് ഇത് സന്തോഷിക്കേണ്ട സമയമാണ്. എന്റെ സൂരജ് എവിടെയോ ജീവനോടെ ഉണ്ടെന്ന പ്രതീക്ഷയെങ്കിലും ഇപ്പൊ മനസ്സിലുണ്ട്. സൂരജ് തിരിച്ചു വരും. നഷ്ടപ്പെട്ട എല്ലാ സന്തോഷവും നമുക്ക് തിരിച്ചു കിട്ടും. ജീവിതത്തില് ഇടയ്ക്ക് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ വരുന്നത് നല്ലതാ. ഈശ്വരനെ പോലും മറന്ന് മനുഷ്യൻ ഏതോ വലിയ ആളായി എന്ന് തോന്നലുണ്ടാക്കുമ്പോൾ അത് മാറാനും നമ്മൾ നിസ്സാരനാണെന്ന ബോധ്യമുണ്ടാക്കാനും അത് നല്ലതാ. ബീനയുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്ക്. തൻ്റെ ഭാഗത്തെ തെറ്റുകളെക്കുറിച്ച് എല്ലാം ഇപ്പോ ബീനിക്ക് നല്ല ധാരണയുണ്ട്. സൂരജിന്റെയും വിദ്യയുടെയും ബന്ധത്തിൽ എതിരു നിന്ന ധന്യ പോലും മനസ്സ് മാറ്റിയ മട്ടില്ല. എല്ലാവർക്കും എല്ലാം തിരിച്ചറിയാൻ സാധിച്ചു. പക്ഷേ അതിനൊക്കെ വേണ്ടി ഈശ്വരൻ എന്തിനാ എന്റെ സൂരജനെ ബലിയാടാക്കിയത്? നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ അവൻ. എല്ലാത്തിനും പിന്നില് നമുക്കറിയാത്ത ഓരോ കാരണങ്ങളുണ്ടാവും. മീരയുടെ അമ്മ, എൻ്റെ മായ, അവള് ഞങ്ങളെ വിട്ടുപോകുമ്പോ ഇതേ മാനസികാവസ്ഥയായിരുന്നു എനിക്ക്. മീരയ്ക്ക് വേണ്ടി മാത്രം തുടർന്ന് ജീവിക്കാൻ തീരുമാനിച്ച എൻ്റെ ജീവിതത്തിലേക്ക് ബീനയും സൂരജും വന്നില്ലേ?
ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ബീനയ്ക്ക് സൂരജിനും അതൊരു പ്രതീക്ഷയായില്ലേ? അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതാണ്. സൂരജിന് നമ്മളെ ബന്ധപ്പെടാൻ പറ്റാത്ത സാഹചര്യം എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിനെന്താ വേണ്ടതെന്നോ എവിടെയാണ് അന്വേഷിക്കേണ്ടതെന്നോ ഒന്നും എനിക്കറിയത്തില്ല. നിങ്ങളെല്ലാവരും വേണം എന്നെ സഹായിക്കാൻ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സൂരജ് എന്റെയും മോനല്ലേ. മീരെ പോലെ തന്നെയല്ലേ എനിക്കവൻ. അവന് വേണ്ടി ഞാനൊന്നും ചെയ്യില്ലെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല ഹരി, എന്റെ ആദ്യം കൊണ്ട് പറഞ്ഞതാ. ഹരിക്ക് സൂര്യനുള്ള സ്നേഹം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആവശ്യപ്പെട്ടില്ലെങ്കിലും അവന് വേണ്ടി എല്ലാ ഹരി ചെയ്യുമെന്നും എനിക്കറിയാം. നമ്മളിനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? അന്വേഷണം തുടരുക. അതുമാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. സൂരജ് എവിടെയോ ഉണ്ട്. എന്നിട്ടും നമ്മളെ ആരെയും അവൻ ബന്ധപ്പെട്ടില്ല എങ്കിൽ അതിനർത്ഥം അവൻ ആരോഗ്യപരമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ഹോസ്പിറ്റലുകളിലും ഒന്ന് അന്വേഷിക്കണം. എന്തെങ്കിലും ഒരു സൂചന കിട്ടുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ഹരി പറഞ്ഞത് ശരിയാ. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല. എന്തായാലും ഇന്നു മുതൽ തന്നെ വീണ്ടും അന്വേഷണം തുടങ്ങാം. അതിനു മുമ്പ് എല്ലാ ക്ഷേത്രങ്ങളിലും പോയി അവന് വേണ്ടി വഴിപാടുകൾ ചെയ്യണം. ധൈര്യമായിട്ടിരിക്കെ. സൂരജ് എവിടെയായാലും നമ്മൾ കണ്ടെത്തിയിരിക്കും. ഓ, സൂപ്പറായിട്ടുണ്ടോടാ. മനോജേട്ടൻ ചെറിയ വർക്കുകൾ മാത്രം ചെയ്തിരുന്ന സമയത്ത് നമുക്ക് നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു. അന്നൊക്കെ കിട്ടുന്നിടത്തെല്ലാം കടം വാങ്ങിയും എന്റെ ആഭരണങ്ങളും പണയം വെച്ചൊക്കെയാ മനോജേട്ടൻ വർക്കുകൾ പൂർത്തിയാക്കിയിരുന്നത്. ഒടുവിൽ ബില്ല് മാറി കിട്ടുമ്പോ ആ പണം കടം തീർക്കാനും പലിശ കൊടുക്കാനും തികയാതെ വരും. പിന്നെ അത് പരിഹരിക്കാൻ വീണ്ടും കടം വാങ്ങും. അന്നൊക്കെ ഞാൻ കരുതിയിരുന്നതേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിയ സമാധാനം ഉണ്ടാവുമെന്നായിരുന്നു. പക്ഷെ അതൊന്നും ശരിയായിരുന്നില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതെങ്ങനെയാ അമ്മേ സമാധാനവും പണവും തമ്മിൽ അമ്മയ്ക്ക് കണക്ട് ചെയ്യാൻ തോന്നിയത്? അമ്മയുടെ ചിന്ത ശരിയായിരുന്നുവെങ്കിൽ ലോകത്ത് ഏറ്റവും സമാധാനവും സന്തോഷവും ഉണ്ടാവേണ്ടത് ഏറ്റവും വലിയ പണക്കാർക്കായിരിക്കില്ലേ? സത്യത്തിൽ ഒരു സമാധാനവും ഇല്ലാതെ തെക്ക് വടക്ക് ഓടി നടക്കുന്നത് അവർ തന്നെയാണ്. നിന്റെ അമ്മ അന്നത്തെ കാലത്ത് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ, നടന്നില്ല. അച്ഛൻ വെറുതെ പാടുപെട്ടതാവും. അതിനന്ന് ഫലമൊന്നും ഉണ്ടായി കാണില്ലല്ലോ. രണ്ടുപേരും കൂടെ കിട്ടിയ അവസരം മുതലെടുത്ത് എന്നെ കളിയാക്കാനൊന്നും നോക്കണ്ട. എന്റെ ധാരണ എന്തായിരുന്നു എന്നും അത് മാറിയ കാര്യവും ഞാൻ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്. ആ മോനെ, സ്വന്തം തെറ്റുകളും മണ്ടത്തരങ്ങളും മനസ്സിലാക്കുന്നതും അത് ഏറ്റുപറയാൻ കഴിയുന്നതൊക്കെ വലിയ കാര്യം തന്നെ. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ ധന്യെ കളിയാക്കാൻ പാടില്ല കേട്ടോ. എന്നെ കളിയാക്കലും അതിലെനിക്കൊരു കുഴപ്പമില്ല മനോജേട്ടാ. ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്ന. ഓരോ മനുഷ്യരും നമ്മളെ ഉപദേശിക്കാൻ വരുന്നത് അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തില. അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ കഴിഞ്ഞെന്ന് വരില്ല. അതുപോലെ തന്നെ നമ്മുടെ അനുഭവങ്ങൾ വെച്ച് നമ്മൾ ആരെ ഉപദേശിക്കാൻ പാടില്ലമ്മേ. കേൾക്കുന്നവർക്കും അത്ര അനുഭവങ്ങളില്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റില്ല. അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇതൊക്കെ ഇപ്പൊ പറയുന്നത് എന്തിനാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. ഓരോ വീട്ടിലും എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ആ വീടുകളിൽ ജീവിക്കുന്നവരൊക്കെ എന്തുമാത്രം ടെൻഷൻ അനുഭവിക്കുന്നുണ്ടാവും. നമ്മുടെ കാര്യം തന്നെ നോക്കിയേ. വിദ്യയുടെ കാര്യം വന്നപ്പോ നമ്മൾ അനുഭവിച്ച വേദന എത്രമാത്രമായിരുന്നു എന്ന്. അതുവരെയുള്ള ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച എല്ലാ ടെൻഷനുകളും പ്രശ്നങ്ങളും ഇതിന്റെ മുന്നിൽ ഒന്നും അല്ലാതായി മാറിയില്ലേ? അതെങ്ങനെ തന്നെ. ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന് അടിസ്ഥാനമായിരിക്കും അതിന്റെ തീവ്രതയിൽ വ്യത്യാസം വരുന്നത്. നമ്മുടെ മോള് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായതുകൊണ്ടല്ലേ അവൾക്ക് വന്ന ഓരോ പ്രശ്നവും നമ്മളെ ഇത്രയധികം ബാധിച്ചത്. അച്ഛൻ പറഞ്ഞത് ശരിയാ. മക്കളെ ജീവിതത്തിന്റെ ഭാഗമായി പോലും കാണാത്ത എത്രയോ അച്ഛനമ്മമാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം മക്കൾക്കൊരു പ്രശ്നം വരുന്നത് അവരെ ബാധിക്കുകയില്ല. ഓരോ മനുഷ്യർക്കും ഓരോ കാഴ്ചപ്പാടാ. നമുക്കറിയാവുന്നത് നമ്മുടെ വേദനകൾ മാത്രമാണ്. അത് അനുഭവിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. വിദ്യക്കുണ്ടായ പ്രശ്നങ്ങള് നമ്മളെല്ലാവരെയും ബാധിക്കുന്നുണ്ട്. അതുപോലെ സൂരജിനെ കാണാതായതിന്റെ പേരിൽ
ബീനാന്റിയും ഹരിയങ്കളും നമ്മളെക്കാളും വേദനിക്കുന്നുണ്ടാവില്ലേ? അതെ, അതൊക്കെ മനസ്സിലായിട്ടാവും ആദർശം മീരെ ഹരിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയത്. ആദർശം മീരെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയോ? അതെ, ബീനയ്ക്കൊരാശ്വാസമായിട്ട് മീര അവിടെ നിൽക്കട്ടെ എന്ന് കരുതി കാണും. മീര നിന്ന ബീനയ്ക്ക് ആശ്വാസം ഉണ്ടാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതെനിക്കും അറിയില്ല. പക്ഷേ അങ്ങനെ ചെയ്യാൻ ആദർശനെ പ്രേരിപ്പിച്ചത് അതായിരിക്കാം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ആദർശേട്ടൻ എപ്പോഴും ഒരു സൊല്യൂഷൻ മേക്കറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രയും നാളത്തെ മാനേജ്മെന്റിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങനെ ചെയ്യാൻ ആദർശേട്ടനെ തോന്നിപ്പിക്കുന്നത്. അതായിരിക്കാം. പ്രശ്നങ്ങളുണ്ടായാൽ അതിന് പരിഹാരം കാണാനോ അതിൻ്റെ ആഘാതം കുറയ്ക്കാനോ അല്ലേ ആരായാലും ശ്രമിക്കേണ്ടത്. ആദർശ് അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. എന്നാലും ആദർശ സൂരജിനെ കണ്ടെത്തുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ആത്മാർത്ഥമായ ശ്രമം നടത്തേണ്ടതാ. കർണാടകയിൽ ആദർശിന്റെ ബന്ധങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കണം. ആദർശ് അത് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ കൊട്ടിഘോഷിക്കാൻ നിൽക്കാത്തതും ഉണ്ടാവും, നമ്മളാരും അത് അറിയാത്തത്. അത് ശരിയാ. എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ അവസാനിച്ച് സൂരജിനെ കണ്ടുകിട്ടിയാൽ മതിയായിരുന്നു. അതെ. ഹരിയേട്ടാ, ദാ ചായ. അച്ഛൻ പറഞ്ഞതനുസരിച്ച് സൂരജ് ആ ബസ്സിലില്ലായിരുന്നെങ്കിൽ പിന്നെ അവൻ എവിടെ പോയതായിരിക്കും? ആദ്യം മുതലേ സൂരജ് ആ ബസ്സിൽ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ആ കാര്യത്തിൽ കൂടുതൽ ഉറപ്പ് കിട്ടിയെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ അങ്ങനെ സൂരജിനെ മുത്തച്ഛനോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇത്രയും ബുദ്ധിമുട്ടി ഈ പ്രായത്തിലും ദൂരയാത്ര ചെയ്ത് കഷ്ടപ്പെടുന്നത് സൂരജിനോടുള്ള സ്നേഹം കൊണ്ടാ. അവനെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാ. അപ്പോ ഞാൻ ഇതുകൂടി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അധ്വാനത്തെ നമ്മൾ വില കുറച്ച് കണ്ടു എന്നൊരു തോന്നലുണ്ടാവും. അതൊരിക്കലും വരാൻ പാടില്ല. അതുകൊണ്ടാ ഞാനത് സൂചിപ്പിക്കാതിരുന്നത്. സൂരജ് ബസ്സിൽ കയറാതിരിക്കുകയും നമ്മളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുകയും ചെയ്യണമെങ്കിൽ സൂരജിന് ഒന്നിനും പറ്റാത്ത എന്തോ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. അതെന്താ അങ്ങനെ ഒരു സാഹചര്യം? സൂരജിന് പെട്ടെന്ന് എന്തെങ്കിലും വയ്യായിക വന്നു എന്നാണോ ഹരിയേട്ടൻ ഉദ്ദേശിക്കുന്നത്? അതെനിക്കറിയില്ല. പക്ഷെ അതെന്തായാലും നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. നമ്മൾ ഇവിടെ ഇരുന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞ ആരന്വേഷിക്കാനാ ഹരിയേട്ടാ? ഒന്നുകിൽ ഹരിയേട്ടനും ഞാനും അങ്ങോട്ട് പോണം, അല്ലെങ്കിൽ അത്രത്തോളം തന്നെ ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഏൽപ്പിക്കണം. അവിടുത്തെ ഏതെങ്കിലും പോലീസുകാരന് പണം കൊടുത്താ അയാൾ നമുക്ക് വേണ്ടി അന്വേഷിക്കോ? അവിടെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരാളെ അങ്ങനെ കിട്ടിയ പണം കൊടുക്കുന്നതിലൊന്നും കുഴപ്പമില്ല. അല്ലാതെ കൊണ്ടുകൊടുത്താൽ വെറുതെ നമ്മുടെ പണം പോകുന്നല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടാവില്ല. അച്ഛാ, ഞാനൊന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വരാം. ബീനമ്മ വരുന്നില്ലേ? ഞാൻ റെഡിയായില്ല മോളെ. മോള് പോയിട്ട് വാ. അല്ല, ഞാൻ നിൽക്കാം. റെഡിയാവാനധികം താമസമൊന്നും വേണ്ടല്ലോ. അത് സാരമില്ല. ഇന്ന് മോള് പോയിട്ട് വാ. മോള് സൂരജിന് വേണ്ടി കൂടി പ്രാർത്ഥിച്ചാ മതി. ശരി, ഞാൻ എന്നാ പോയിട്ട് വരട്ടെ അച്ഛാ. ശരി മോളെ. എനിക്ക് ഈ ആദർശിന്റെ കാര്യത്തില് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് ഹരിയേട്ടാ. എന്ത് സംശയം? ഇതുവരെ ആദർശ് പെരുമാറിയതുപോലെ അല്ല ഇപ്പൊ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ. അതെന്താ തനിക്ക് അങ്ങനെ തോന്നിയത്? അതെനിക്കറിയില്ല. മീര ഇവിടെ കൊണ്ടാക്കാൻ ആദർശ് വന്നപ്പോ ഉള്ള രീതികളില് എനിക്ക് എന്തൊക്കെ ഒരു കുഴപ്പം തോന്നിയത് ഞാൻ ഹരിയേട്ടനോട് പറഞ്ഞതാണല്ലോ. അത് അവര് തമ്മിൽ എന്തോ പിണക്കം ഉള്ളതും ഉണ്ടാവും തനിക്ക് അങ്ങനെ തോന്നിയത്. എന്നാലും ആദർശ് എന്തിനായിരിക്കും സൂരജിനെ ആരും വിളിച്ചാ കിട്ടാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ജോലിക്ക് നിർത്തിയത്? പിന്നെ വിഷുവിന് പോലും വീട്ടിൽ വരാതെ നിന്നിട്ട് സൂരജിന് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ തോന്നാൻ എന്താ കാരണം? അവൻ വരുന്ന കാര്യം നമ്മളെ ആരും വിളിച്ച് അറിയിച്ചതുമില്ലല്ലോ. വിദ്യയെ വിളിച്ചിരുന്നു എന്നാ പറഞ്ഞത്. അക്കാര്യം വിദ്യ അപ്പൊ തന്നെ സാവിത്രിയമ്മയോട് പറയുകയും ചെയ്തു. എന്നാലും അതിനുശേഷം അവൻ നമ്മളെ ആരും വിളിച്ചില്ലല്ലോ. അതിനൊക്കെ എന്തോ കാരണമുണ്ട് ഹരിയേട്ടാ. എന്ത് കാരണം?
എന്റെ മനസ്സിൽ പല സംശയങ്ങളും ഉണ്ട്. പക്ഷേ അതൊക്കെ എന്റെ തോന്നലുകളായിരിക്കുമെന്ന് കരുതിയ ഞാൻ ഹരിയേട്ടനോട് പോലും ഒന്നും പറയാതിരുന്നത്. പക്ഷേ ആദർശ് മീര ഇവിടെ കൊണ്ടുവന്ന് വിട്ടതോടെ എന്റെ മനസ്സിലെ സംശയം ഇരട്ടിച്ചു. ഇത്രയും നാൾ ആദർശിനെ നമ്മള് നമ്മുടെ സ്വന്തമായും വളരെ നല്ലവനാണ് എന്ന ചിന്തയോടുമാണ് നോക്കിക്കണ്ടത്. അതിന് കാരണം ആദർശ് മീരയുടെ ഭർത്താവാണെന്നതാ. പക്ഷേ അങ്ങനെ അല്ലായിരുന്നുവെങ്കിലെന്ന് ചിന്തിച്ച് ആദർശിനെ കുറിച്ച് ആലോചിച്ചാൽ നമ്മുടെ മനസ്സിൽ പല ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. ബീന, താൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദർശിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി മരിച്ചു. അതിന് എല്ലാ തെളിവുകളോടെയും പിടിച്ചിട്ടും ആദർശ് അവസാനം രക്ഷപ്പെട്ടു. അതെങ്ങനെയാ? അത് അതിലെ യഥാർത്ഥ കൊലയാളി പിടികൊടുത്ത് കുറ്റമായിട്ട് പറഞ്ഞു. അതെ, പക്ഷേ അത് തന്നെ നന്നായിട്ടൊന്ന് ആലോചിച്ചാൽ അത്ര വിശ്വസനീയമായ കാര്യമാണോ? നമുക്കെല്ലാവർക്കും ആദർശ് രക്ഷപ്പെട്ട് കാണാനായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് അത് സംഭവിച്ചപ്പോ കൂടുതലൊന്നും ആലോചിക്കാതെ നമ്മൾ സന്തോഷിച്ചു. ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാൽ, ആദർശ് പണ്ട് മുതലേ ക്രിമിനൽ ബുദ്ധിയുള്ള ആളാ. ആരെ കൊല്ലാനും സ്വന്തം കാര്യം നേടാനും ആദർശിന് ഒരു മടിയുമില്ല. സൂരജിന്റെ കാര്യത്തിലും അങ്ങനെ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്.